കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്. അരുൺ, ഈ കൊച്ചിയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് 38 നോട്ടിക്കൽ മൈൽ അകലെ ആ രീതിയിലൊക്കെ വിശദാംശങ്ങൾ പലയിടത്തു നിന്നായി വരുന്നു എന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാം. ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ കപ്പലാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. വിദേശ കപ്പലാണ്, വിദേശ രാജ്യത്തെ കപ്പലാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന. ഇവരിപ്പോൾ കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് കൂടി പോകുന്നത് നന്നാകുമെന്ന് കരുതുന്നു ശ്രീജ. ഏതായാലും ഇപ്പോൾ എനിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് പോയ കപ്പലാണ്, ഒരു വിദേശ രാജ്യത്തു നിന്നുള്ള കപ്പലാണെന്ന വിവരം കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഏതായാലും ഗുഡ്സ് കൊണ്ടുപോയ കണ്ടെയ്നർ ഷിപ്പാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ഗുഡ്സ് ഉണ്ടായിരുന്നു, എന്തെല്ലാമാണ് ഇനി വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇന്നലെ വിഴിഞ്ഞം തുറമുഖത്ത് പോയ കപ്പലാണ് കൊച്ചി തീരത്തിന് സമീപം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നു. 15 ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നു. തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. ആകെ 24 ജീവനക്കാരുണ്ട് എന്ന കാര്യമൊക്കെ ഇപ്പോൾ നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 15 ജീവനക്കാരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നു. ഒരുപക്ഷെ ബാക്കിയുള്ള ആളുകളെ ഇതിനകം രക്ഷിച്ച് കഴിഞ്ഞിരിക്കണം. അത് ആശ്വാസമുള്ള വാർത്തയാണ് നവമി അവിടെ നിന്ന് ലഭ്യമാക്കുന്നത്. ഇനിയും 15 ജീവനക്കാരെ കൂടി രക്ഷിക്കാനുണ്ട് എന്ന് കൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 9 പേരെ രക്ഷിച്ചു എന്നാണ് നവമി ഇപ്പോൾ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. അതായത് ഇന്നലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്ന് പോയ കണ്ടെയ്നറുകളുമായി പോയ കപ്പലാണ് കൊച്ചി ഉൾക്കടലിൽ തീരത്ത് 38 നോട്ടിക്കൽ മൈൽ അകലെ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നു. അതിൽ നിന്ന് കണ്ടെയ്നറുകൾ കടലിലേക്ക് ഒഴുകി പോയിരിക്കുന്നു. ആ കണ്ടെയ്നറുകളാണ് തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. കണ്ടെയ്നറുകൾ തിരിച്ചെടുക്കുന്നതിന് അപ്പുറത്തേക്ക് ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ, ഇന്ത്യൻ നാവികസേന നടത്തുന്നത്. അതിന്റെ ഭാഗമായുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ആളുകളെ രക്ഷിക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധയാകും ഈ ഘട്ടത്തിൽ ഇന്ത്യൻ നാവികസേന നടത്തുന്നത്. ഇന്ത്യൻ നാവികസേന വളരെ അധികം സ്വാധീന ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ് കൊച്ചി തീരം. അതുകൊണ്ട് തന്നെ വളരെ വേഗം രക്ഷാപ്രവർത്തനം പുരോഗമിക്കും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. ആളുകളെ രക്ഷിക്കണം, ജീവനക്കാരെ അല്ലെങ്കിൽ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശ്രമത്തിലാകാം ഒരുപക്ഷെ നാവികസേന ഇപ്പോൾ ഉള്ളത്. അതിനിടയിലാണ് ഈ പൊതുജനങ്ങൾക്ക് കൂടി. ശരി അരുൺ, നവമിയുടെ കയ്യിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഉണ്ട്. വിഴിഞ്ഞം തീരത്ത് നിന്ന് കൊച്ചിക്ക് വന്ന കപ്പൽ, നവമി മറ്റെന്തൊക്കെ വിവരങ്ങൾ കിട്ടുന്നുണ്ട്? ശ്രീജ, വിഴിഞ്ഞം തീരത്ത് നിന്നും കൊച്ചിക്ക് വന്ന കപ്പലാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്കപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 38 നോട്ടിക്കൽ മൈൽ അകലെ, കൊച്ചി തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം സംഭവിച്ചത്. ആകെ 24 ജീവനക്കാരായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതിൽ 15 പേരെ രക്ഷിക്കാനുള്ള 15 പേരെ രക്ഷിച്ചു. 9 പേരെ രക്ഷിച്ചു. 15 ജീവനക്കാരെ രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും ഒരു നേവി ഷിപ്പുമാണ് ഇപ്പോൾ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അറബിക്കടലിൽ ഈ കണ്ടെയ്നർ, ഈ കടലിലേക്ക് വീണ കണ്ടെയ്നർ, അത് ആരും തന്നെ എടുക്കരുത്. തീരത്ത് അടിഞ്ഞാലും അത് ആരും എടുക്കരുത്. അത് വടക്കൻ കേരളത്തിന്റെ തീരത്ത് തന്നെ, എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ തീരങ്ങളിൽ തന്നെ ആയിരിക്കും ഈ ഷിപ്പ് ഈ ഒരു കണ്ടെയ്നർ അടിയുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇപ്പോൾ വരുന്ന വിവരം പ്രകാരം ഈ അറബിക്കടലിൽ പതിച്ച അത് വിഴിഞ്ഞത്ത് നിന്നും കൊച്ചിയിലേക്ക് വരുന്ന ഷിപ്പ് അപകടത്തിൽപ്പെട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിലുണ്ടായിരുന്ന ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. 9 പേരെ രക്ഷിച്ചു. ഇതിൽ ബാക്കിയുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പും ഒരു നേവി ഷിപ്പും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഇതിൽ 15 ജീവനക്കാരെയാണ് രക്ഷിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ശരി.